മുനമ്പം വിഷയത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഒരിക്കൽ പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നും വരില്ല. സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കാൻ ബി.ജെ.പിയും ഇടതുപക്ഷവും കൊണ്ടുനടക്കുന്ന ഒരു അജണ്ടയാണിത്. അങ്ങനെ മുനമ്പം വിഷയം സാമുദായിക സ്പർദ്ധയ്ക്ക് വേണ്ടി ചിലർ അജണ്ടയാക്കിയെടുത്തുവെന്ന് മനസ്സിലായപ്പോഴാണ് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് പറഞ്ഞത്. തങ്ങൾ ബിഷപ്പുമാരെ കണ്ടു, അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹം റോമിൽ പോയി. സൗഹൃദത്തിന് എത്ര വലിയ വില തങ്ങൾ കൊടുക്കുന്നുവെന്നതിന്റെ തെളിവാണത്. ഈ വിഷയം ചില ദുരുപയോഗം ചെയ്യാൻ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളാരും പാർട്ടിയാകേണ്ടെന്നും വിവാദമുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ പ്രസ്താവനയ്ക്കെതിരെ പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും മറ്റാരും പാർട്ടിയാകാൻ നോക്കേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചിരുന്നു. മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നുമാണ് കെ.എം. ഷാജി പറഞ്ഞത്. പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് കെ.എം. ഷാജി തന്റെ നിലപാട് തുറന്നു പറഞ്ഞത്. മുനമ്പം വിഷയം വിചാരിക്കുന്നത് പോലെ നിസാരമായ ഒരു കാര്യമല്ല, വലിയൊരു പ്രശ്നമാണത്. അതിൽ വലിയ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് വഖഫ് ഭൂമിയല്ലെന്ന്. മുസ്ലിം ലീഗിന് ആ അഭിപ്രായമില്ല. അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ പറ്റില്ല. വഖഫ് ചെയ്തതിന് രേഖകളുണ്ട്. ഫാറൂഖ് കോളേജ് അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അവർക്ക് അത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിട്ടുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവരെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? ഭരണകൂടമല്ലേ ചെയ്യേണ്ടത് എന്നാണ് കെ.എം. ഷാജി ചോദിച്ചത്. ഇപ്പോൾ മുനമ്പം വഖഫ് ഭൂമിയുടെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് മുസ്ലിം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ്. പ്രശ്നം രമ്യമായി പരിഹരിക്കണം. അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ദാനം കൊടുത്ത സമയത്ത് ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി നൽകാനാവില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. വഖഫ് ഭൂമി എല്ലാ കാലത്തും വഖഫ് ഭൂമിയായിരിക്കണം. നിബന്ധനകൾ വെച്ചുകൊണ്ട് വഖഫ് ആക്കാനാകില്ല. ദൈവത്തിന് നൽകുന്നതിന് നിബന്ധന വെക്കാനാവില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. സതീശന്റെ പ്രസ്താവന മുസ്ലിം സംഘടനകൾക്കിടയിൽ വ്യാപക വിമർശനത്തിനിടയാക്കിയിരിക്കുകയാണ്.